ഇപ്പോൾ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന സ്ത്രീ അത് എങ്ങനെയാണെന്ന് പുരുഷൻ കണ്ടുപിടിച്ചിട്ട് വേണം കയറിയിരിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ദീപകിൻ്റെ മരണം. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു സാഡിസം ഉണ്ടായി കഴിഞ്ഞു. അതായത് പുരുഷനെ ആക്രമിക്കാൻ വേണ്ടി ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ആരോപണം ഉണ്ടാക്കുക. അത് തെളിയിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഒരിക്കൽ പോലും തെളിയിക്കപ്പെടുന്നില്ല. എപ്പോഴാണ് തെളിയിക്കപ്പെടുന്നത്? ആ ഇര ഇപ്പോൾ ഇവിടെ ആരാ ഇരയാവുന്നത്? വേട്ടക്കാരനാണോ വേട്ടക്കാരിയാണോ എന്നുള്ള ഇര ഇപ്പോൾ ആരാവുന്നത്? ഇപ്പോൾ ദീപക് ഇരയായ സംഭവം യഥാർത്ഥത്തിൽ ദീപകിനെ അതിനെ അതിജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാതായിപ്പോയി. കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയധികം അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം നിവൃത്തിയില്ലാതെയാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത്. പക്ഷെ അതിന് കാരണം കണ്ടുകൊണ്ടിരിക്കുന്നൊരു വിചാരിക്കരുത് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും സന്ധ്യ മാം പറഞ്ഞ പോലെ വിമർശനങ്ങൾ കിട്ടിയെന്നതിൻ്റെ പേരിൽ സൂയിസൈഡാണ് ഏറ്റവും നല്ല വഴി. സൂയിസൈഡ് ഒന്നിനും ഒരിക്കലും അല്ല. 1000 ഭീരുക്കളോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണെന്ന് ദീപക് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെ അതിജീവിച്ചവരോട് ഇല്ലേ? ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാൾ ഏതെങ്കിലും ഉന്നത പദവിയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും പഴയ കാലത്ത് എന്നെ അങ്ങനെ തൊട്ടു, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, എന്നെ അവിടെ കൊണ്ടിരുത്തി. ഈ സമയത്തൊന്നും ആണുങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. രണ്ടുപേരോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. അതിനുശേഷം പെട്ടെന്ന് പറയുന്നു അയാൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പൊ അന്ന് സ്ത്രീകൾക്ക് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് വന്നിട്ട് അവർ പറയുന്നത്. ഇന്ന് അവർക്ക് അതിനുള്ള ആത്മാഭിമാനവും ധൈര്യവും ഉണ്ടായി വരുമ്പോഴേ അവർക്ക് പറയാൻ വേണ്ടി പറ്റും. അതെന്ത് ധൈര്യമാണ്? അത് അങ്ങനെ പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ ലൈംഗിക അതിക്രമം നടക്കുന്ന സമയത്ത് തന്നെ അതെന്ത് ധൈര്യമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്ത് ധൈര്യമാണെന്ന് നിങ്ങൾക്ക് വിധിക്കാൻ അധികാരമില്ല. അവർക്ക് അന്നേരം ധൈര്യം അവർക്ക് അന്നേരമേ ധൈര്യം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത് അവർക്ക് എപ്പോഴാണ് ധൈര്യം വരുന്നത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത് അവർക്ക് എപ്പോൾ ധൈര്യം വേണം, അവരെപ്പോൾ റിപ്പോർട്ട് ചെയ്യണം? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ആംബിയറുള്ള പുരുഷന്മാരാണ് ഇതുപോലെ നിങ്ങൾ തീരുമാനമെടുക്കും. ദീപകിനെ പോലുള്ള മരണത്തിനിടയാക്കുന്ന നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മീറ്റു മൂവ്മെന്റിനെ പറ്റിയാണ് പറഞ്ഞത്. മീറ്റു മൂവ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.